നമസ്കാരം. നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവാറുണ്ട്. നല്ല കാര്യമാണ്, കാരണം മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല ഒരിക്കലും. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി നടത്തിയ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയതായിരുന്നു ഈ മാധ്യമ പ്രവർത്തക. ഈ മാധ്യമ പ്രവർത്തകയെ കണ്ടപ്പോൾ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇറങ്ങി വന്നിട്ട് പറയുകയാണത്രേ, നീ ആളൊരു ഗജ ഫ്രോഡാണല്ലോ എന്ന്. ഇത് വലിയ മനപ്രയാസം ഉണ്ടായപ്പോൾ ആ മാധ്യമ പ്രവർത്തക കൂടെയുള്ള സഹപ്രവർത്തകരെ കൂട്ടിയിട്ട് കുറച്ചു നേരത്തിന് ശേഷം ഈ പ്രസിഡന്റിന്റെ സഹായിയുടെ അടുത്ത് നിന്ന് വീണ്ടും ചോദിക്കുന്നു, പ്രസിഡന്റ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സഹായി മോശമായി പെരുമാറി എന്നാണ് ആ മാധ്യമ പ്രവർത്തക അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു കാണാനില്ല, വലിയ വാർത്തകളൊന്നും വന്നു കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാർത്തയും വരാതിരിക്കാൻ കാരണം? നമുക്ക് പരിശോധിക്കാം. എൻ്റെ പേര് ശരത്ത്, ന്യൂസ് കാസ്റ്റിലേക്ക് സ്വാഗതം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മലയാളത്തില് പുതിയൊരു വാർത്താ ചാനൽ തുടങ്ങിയത്. ന്യൂസ് മലയാളം 24x7 എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനലിന്റെ തിരുവനന്തപുരം റിപ്പോർട്ടറായ ആതിര ആണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ആക്ഷേപം മറ്റാർക്കെതിരെയുമല്ല, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആതിര ഒരു വാർത്ത നൽകിയിരുന്നു അത്രേ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മാറിയേക്കാമെന്നും പകരം MT രമേശ് പ്രസിഡന്റ് ആയേക്കാമെന്നും പറഞ്ഞിട്ട്. ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് നിരവധി പേര് ആതിരയെ വിളിക്കുന്നുണ്ട്. ആതിരയെ വിളിച്ചിട്ട് നിന്നോട് ആരാണിത് പറയുന്നത്, വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ട്. അതൊക്കെ പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകയ്ക്ക് സാധാരണ ഉണ്ടാവുന്ന കാര്യമാണ്. ഒരു വാർത്തയെ സംബന്ധിച്ച് ആളുകൾ വിളിക്കുന്നു, അഭിപ്രായം പറയുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ സംഭവിക്കുന്നത്, കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് വാർത്താ സമ്മേളന അറിയിപ്പ് ലഭിക്കുന്നു. തുടർന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, അവരുടെ സംസ്ഥാന കാര്യാലയത്തിൽ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രസിഡന്റുമാർക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുന്നവർക്ക് വാർത്തകൾ സംബന്ധിച്ച് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വന്നിട്ട് വളരെ മാന്യമായിട്ട് പറയുന്നതാണ് പതിവ്. കാരണം നിങ്ങൾ ആ ചെയ്ത വാർത്ത ശരിയല്ല, അതിന് വസ്തുതകളുടെ കുറവുണ്ട്, അല്ലെങ്കിൽ അത് മര്യാദയല്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഈ സംഭവത്തിൽ കെ സുരേന്ദ്രൻ നേരെ ചെയ്തിട്ടുള്ളത്, അവർ നേരെ ഇറങ്ങി വന്ന് ഈ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നീ ആളൊരു ഗജ ഫ്രോഡാണല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരാകെ പെട്ടെന്ന് സ്റ്റെൻഡായി പോകണം. ഒരാൾ വന്നിട്ട് നീ ആളൊരു ഗജ ഫ്രോഡാണല്ലോ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോലും. അപ്പൊ അവര് അത്ഭുതത്തോട് കൂടിയിട്ട് അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. അത്ഭുതം എന്നല്ല പറയേണ്ടത്, ശരിക്കും ഭയത്തോട് കൂടി ചോദിക്കുകയാണ്, അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പൊ ഒന്നും പറയുന്നില്ല, നേരെ തിരിച്ചു കയറി പോകുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒട്ടും സ്വസ്ഥത ഉണ്ടാവില്ല. സംഭവം ശരിയാണല്ലോ. അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ നീ ഒരു ഫ്രോഡാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു പരാതി എന്ന രീതിയിൽ ഈ മാധ്യമ പ്രവർത്തകയും മറ്റൊരാളും കൂടി ചേർന്നിട്ട് ഈ കെ സുരേന്ദ്രന്റെ സഹായിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായി, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് തീർത്തും അവിടെയും നിരാശയായിരുന്നു ബലം എന്നാണ് മാധ്യമ പ്രവർത്തക പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതുപോലെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മുടെ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് പത്രം നോക്കിയപ്പോൾ ദേശാഭിമാനിയിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത കണ്ടിട്ടുള്ളത്, മറ്റു പത്രങ്ങളിലൊന്നും കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും മറ്റു പത്രങ്ങളെല്ലാം ഈ വാർത്ത നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക? തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകന് ഒളിച്ചു വെക്കാൻ പറ്റുന്നത്? അപ്പൊ ഇവിടെയാണ് നമ്മൾ BJPക്കാർക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകളെ കുറിച്ച് സംസാരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു പരാമർശം CPIMന്റെയോ കോൺഗ്രസിന്റെയോ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകരോ നേതാക്കളോ ആണ് നടത്തുന്നതെങ്കിൽ പോലും അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും വലിയ വിമർശനങ്ങൾക്കും എല്ലാം കാരണമാവാറുണ്ട്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നും മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് വിഘാതമാവുകയാണ് ഇവിടുത്തെ നേതാക്കളുടെ നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും അത് വലിയ ചർച്ചയാവാതെ പോയിട്ടുണ്ടാവുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരാൾ നേരിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ അപമാനിക്കപ്പെട്ടു എന്ന്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ഈ വാർത്ത തമസ്കരിച്ചിട്ടുണ്ടാവുക?
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാധ്യമ പ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ എന്ന് അവകാശപ്പെടുന്ന KUWJ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന് നോക്കുന്നത്. ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പോ ഇറക്കാൻ KUWJ തയ്യാറായിട്ടില്ല. KUWJയുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിക്ക് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം KUWJ പോലെ ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സംരക്ഷണം ലക്ഷ്യം വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം മാധ്യമ പ്രവർത്തകയ്ക്ക് തന്റെ തൊഴിൽ സമയത്ത് നേരിടേണ്ടി വന്ന ഒരു അവഹേളനത്തിനെതിരെ പ്രതികരിക്കാൻ ഇത്ര മടി കാണിക്കുന്നത്?